ചെന്നൈയിൽ നിന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ പോലീസ് മ്യൂസിയത്തിലേക്കാണ്. ബസ് മാറി കയറണം കേട്ടോ. ഇനി വേറെ ബസ്സാണ് ഇപ്പോൾ. ഡയറക്റ്റ് അങ്ങോട്ടേക്ക് ബസ്സില്ല. പോലീസ് മ്യൂസിയത്തിലെത്തിയടാ. ഇപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എൻട്രൻസ് ഫീസ് ടിക്കറ്റ് ഉണ്ട്. ഇപ്പോൾ പോലീസ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നിൽക്കണം. അപ്പോൾ ടിക്കറ്റ് എടുത്തു. 20 രൂപ ടിക്കറ്റ്. 15 എൻട്രൻസ് ഇവിടെയാണ്. അപ്പോൾ കുറച്ചും കൂടി നടക്കാനുണ്ട് എൻട്രൻസ്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെയാണ് റൈറ്റ് സൈഡിലായിട്ട് വരും. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് കേട്ടോ എൻട്രൻസ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടൊരു കഫേ ഉണ്ട്. അപ്പോൾ റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചായ കുടിക്കണമെന്ന് നമുക്ക് ഇവിടെ വന്നിരിക്കാം. അപ്പോൾ ഒരു പഴയ ഒരു അവിടെ ഹിന്ദുസ്ഥാൻ എന്നാണ് ഫ്രണ്ടിൽ എഴുതി വെച്ചേക്കണം. അപ്പോൾ പഴയ കാലത്ത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച വണ്ടിയാണ് പോലീസിൻ്റെ വണ്ടി. ഇപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം. ഇവിടെ ഫ്രണ്ടിലൊരു വണ്ടി ഇട്ടിട്ടുണ്ട്. ഇതേ ഉള്ളിലേക്ക് കയറാൻ പോകണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് എന്താ ഉള്ളത് നോക്കാം. 1842 14 ഏക്കർ സ്ഥലത്താണ് ഇവിടെ ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നത്. അരുണഗിരി മുതലിയാറാണ് ഈ ബംഗ്ലാവ് പണി കഴിപ്പിച്ചത്. ഇൻഡോ സാറസനിക് ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നീട് 1886 14 ഏക്കർ സ്ഥലവും ബംഗ്ലാവും 21,000 രൂപക്ക് വാങ്ങുകയും പിന്നീട് അത് സിറ്റി പോലീസ് കമ്മീഷണറേറ്റ് ബിൽഡിംഗ് ആക്കി മാറ്റുകയും ചെയ്തു. 2013 വരെ മദ്രാസ് കമ്മീഷണേഴ്സ് ഓഫീസായി നിലകൊള്ളുകയും പിന്നീട് അത് പൊളിച്ചു കളയാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ഈ ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചറൽ മികവ് കാരണം ഇതൊരു മ്യൂസിയമാക്കി മാറ്റുവാൻ വേണ്ടി തീരുമാനിക്കുകയും 2020 ഒക്ടോബറിൽ പുതുക്കിപ്പണി ആരംഭിക്കുകയും 2021 സെപ്റ്റംബർ മ്യൂസിയമായി മാറുകയും ചെയ്തു. ലഫ്റ്റനന്റ് കേണൽ ജോൺ കാർണെ ബോൾഡേഴ്സനാണ് മദ്രാസിലെ ഫസ്റ്റ് പോലീസ് കമ്മീഷണർ.
ഇതാണ് പണ്ടുകാലത്ത് ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നപ്പോൾ യൂസ് ചെയ്ത മണ്ണെണ്ണയിൽ ഓടുന്ന ഫാൻ. ഇതിനു മുന്നേ ബ്രിട്ടീഷുകാർ പങ്കയുടെ സഹായത്താലാണ് ചെന്നൈയിലെ ചൂടിൽ നിന്ന് ആശ്വാസം തേടിയിരുന്നത്. ഇതിനായി ബ്രിട്ടീഷുകാർ പ്രത്യേകം പങ്ക കൂലീസ് അല്ലെങ്കിൽ പങ്ക വാലാസിനെ നിയമിക്കുകയും ചെയ്തു. ഈ കാണുന്നതാണ് ഒലിവർ 9 ടൈപ്പ് റൈറ്റർ. പണ്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം കൈകൊണ്ടാണ് എഴുതിയിരുന്നത്. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ പോർട്ടബിൾ ടൈപ്പ് റൈറ്റർ വരികയും അതൊരു അലങ്കാരമായി കാണുകയും ചെയ്തു. ഇതാണ് ഓഫീസ് ലെറ്റർ സ്കെയിൽ. 1890-ൽ ലണ്ടനിലാണ് ഇത് ഡിസൈൻ ചെയ്തത്. ഇതാണ് മെക്കാനിക്കൽ ഇംഗ്ലീഷ് ഷ്രെഡർ. പ്രൈവറ്റും സെൻസിറ്റീവുമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നശിപ്പിച്ചു കളയാനായിട്ടാണ് ഇത് യൂസ് ചെയ്തിരുന്നത്.
പോലീസ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ വാളുകൾ, പലതരം വാളുകൾ, അതാണിപ്പോൾ കാണാൻ പോകട്ടോ. പോലീസ് പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ തോക്കുകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആ സെക്ഷനിലേക്ക് കിടക്കാം. இந்த வெப்பனோட பேர் என்னன்னா எல்எம்ஜி மிஷின் கன் சொல்லுவாங்க, அதாவது லைட் மிஷின் கன். இந்த மிஷின் கன் வந்து ஏன் அந்த மேக்ஸினுக்கு மேலே இருக்குது அப்படின்னா, நம்ம இந்த எல்எம்ஜி மிஷின் கன் வந்து நம்ம கையில் எடுத்து நம்ம ஹேண்டில் பண்ண முடியாது. இப்போ நம்ம மற்ற வெப்பன் மாதிரி நம்ம கையில் எடுத்து நம்ம வந்து இதை ஃபயர் பண்ணணும் அப்படின்னா நம்மளால முடியாது. ஏன் முடியாது அப்படின்னா இதுல வந்து அந்த அளவுக்கு வைப்ரேஷனும் பவரும் வந்து இல்லையா. இப்போ நம்ம ஷோல்டரில் மவுண்ட் பண்ணி நம்ம ஷூட் பண்ணும்போது நம்ம ஷோல்டர், காலர் போன் இதெல்லாம் வந்து உடையிறதுக்கு நிறைய வாய்ப்பு இருக்குது. அதனால என்ன பண்ணுவாங்க அப்படின்னா இந்த ட்ரைபேட்னு சொல்லுவாங்க. இந்த ட்ரைபேட்ல வச்சு மட்டும் தான் நம்ம இதை யூஸ் பண்ண முடியும். இப்போ இந்த ட்ரைபேட்ல வச்சு யூஸ் பண்ணுறதுனால நமக்கு வந்து மேக்ஸின் வந்து மேலே கொடுத்துருக்காங்க. இதில் இந்த வெப்பனோட ஆங்கிள் அட்ஜஸ்ட்மெண்ட் பார்த்தீங்க அப்படின்னா எல்லாமே இந்த ட்ரைபேட்ல தான் வரும். இது வந்து நம்ம இதில் வந்து எய்மிங் வந்து பார்த்தீங்க அப்படின்னா இந்த ஃபோர்சிட்டிவ், அதாவது எல்லா வெப்பனையும் நம்ம வந்து இப்படி நேரம் ஸ்ட்ரைட்டாக வச்சு எய்ம் பண்ணுவோம். இதில் எய்ம் பண்ணுறது வந்து கொஞ்சம் மேக்ஸின் மேலே வந்துருக்கனால நம்ம எய்மிங் ஏரியா வந்து இந்த தனியாக தள்ளி வச்சுருக்காங்க, கொஞ்சம் லெஃப்ட் சைடு வர மாதிரி வச்சுருக்காங்க. இதில் வந்து நம்ம செயின், அதாவது மோட்டார் செயின் பவுன்ஸை வந்து நம்ம வந்து அட்டாச் பண்ணிக்க முடியும். இது வந்து மிஷின் கன் வேரியன்ட். இந்த கன் யூகேல கண்டுபிடிச்ச பழைய மாடல்.
ഇതാണ് ഹണ്ടർ പെൻറോസ് ക്യാമറ. 1930കളിൽ ഹണ്ടർ പെൻറോസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരുന്നത്. UK-യിലെ ലണ്ടനിലാണ് ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. മഹാഗണിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്ലേറ്റ് ആൻഡ് മൈക്രോഫിഷ് ഫിലിംസ് ആണ് ഇതിൽ ഇമേജ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ഫോറൻസിക് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ക്യാമറ 1969 വാങ്ങുകയും പിന്നീട് സിവിൽ ആൻഡ് ക്രിമിനൽ കേസസുകളിലെ ഡോക്യുമെൻറ്റ്സ് ഫോട്ടോഗ്രാഫ് എടുക്കുവാനായിട്ട് യൂസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതാണ് പോലീസ് മ്യൂസിയം കേട്ടോ. ചെന്നൈയിലാണ്. പോലീസ് മ്യൂസിയത്തിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി. അപ്പോൾ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെന്നൈയിൽ നിന്ന് വരും. ബൈ.